കോൺഗ്രസിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പല കോൺഗ്രസ് കോട്ടകളും കടപുഴകിയപ്പോഴും എറണാകുളം അവർക്കൊപ്പം തന്നെ നിലകൊള്ളുകയായിരുന്നു. ആകെയുള്ള 14 സീറ്റുകളിൽ 9 UDFിന് വലിയ തോതിലുള്ള വിജയം നേടുവാൻ കഴിഞ്ഞിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയവും മറ്റ് സാഹചര്യങ്ങളും കൊണ്ടായിരുന്നു. പൊതുവെ ഏതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അവരുടെ സേഫായ ഇടമായി എറണാകുളത്തെ കാണാറുണ്ട്. ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത്തരത്തിൽ തന്നെ പ്രതിഫലനം ഉണ്ടാകാറുമുണ്ട്. പഠിച്ച പണി 18 നോക്കിയിട്ടും കോൺഗ്രസിന്റെ കോട്ടയായ എറണാകുളത്ത് ചെങ്കൊടി പാർപ്പിക്കുവാൻ CPMന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയിലെ തന്നെ പല താപ്പാനങ്ങളെ രംഗത്തിറക്കിയിട്ടും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള പൊതു സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും അതൊന്നും ഗുണം കണ്ടതേയില്ല. സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനവികാരം നിലനിൽക്കുമ്പോൾ ഭരണമാറ്റത്തിനുള്ള സാധ്യതകളെപ്പറ്റി ഇടതുപക്ഷത്തിനും അങ്കലാപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കോട്ടകളിൽ പോലും ആധികാരിക വിജയം ഉറപ്പുവരുത്തുന്നതിനാണ് ഇടതുപക്ഷം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് മുന്നിലുള്ള വലിയൊരു കടമ്പ തന്നെയാണ് എറണാകുളം. CPMന്റെ യുവമുഖമായ ആർഷോയെ രംഗത്തിറക്കി എറണാകുളം പിടിക്കുകയാണ് CPMന്റെ ലക്ഷ്യം. മുൻ SFI സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ കേരളമാകെ അറിയപ്പെടുന്ന നേതാവാണ്. പല ഘട്ടങ്ങളിലും ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടുവെങ്കിലും SFIയെ സമീപകാലത്ത് വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതിലേക്ക് നയിച്ചത് ആർഷോ തന്നെയാണ്. BA പരീക്ഷ പാസ്സാകാതെ ആർഷോയ്ക്ക് MA ക്ലാസ്സിൽ പ്രവേശനം നൽകിയെന്ന വാർത്ത വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതായിരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണമസ് കോളേജായ എറണാകുളം മഹാരാജാസ് കോളേജിലെ 5 വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ PM ആർഷോയ്ക്ക് ബിരുദത്തിന് വേണ്ട 6ാം സെമസ്റ്റർ പാസ്സാകാതെ PGക്ക് തതുല്യമായ 7ാം സെമസ്റ്ററിന് പ്രവേശനം നൽകുകയായിരുന്നു. ആർഷോ ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ 100-ൽ 100 മാർക്ക് നേടിയതും അന്ന് വലിയ വിവാദമായിരുന്നു. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആർഷോ തന്നെയായിരുന്നു. പലപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യങ്ങളായിരുന്നു ഗവർണറും SFIയും തമ്മിൽ ഉണ്ടായിരുന്നത്. അന്ന് പ്രതിഷേധത്തിനിടെ ഉടുമുണ്ട് പിടിച്ച പോലീസുകാരനോട് രൂക്ഷമായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി ആർഷോ പ്രതികരിച്ചത്. ആരാടാ നീ മുണ്ട് പിടിക്കാൻ, ആരാടാ ആരിഫ് ഖാന്റെ ചെരുപ്പ് നക്കി വാടാ മുണ്ടിൽ പിടിച്ചു വലിക്കുന്നോ എന്നാണ് ആർഷോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ആർഷോയെ സമാധാനിപ്പിച്ചുകൊണ്ടായിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിഷേധത്തിൽ നിന്നും മാറ്റിയത്. ആർഷോ നീ വാ, ഞാനല്ലേ പറയുന്നേ, ഞാൻ നോക്കിക്കോളാം, നീ വാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് ആർഷോയെ നീക്കിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ട്രോളുകൾക്ക് ഇത് വഴിയൊരുക്കി. ആർഷോ നടത്തിയ പല കാമ്പള്ള വിമർശനങ്ങളും പരിഹാസം നിറഞ്ഞ ട്രോളുകളായി ഭവിക്കുകയായിരുന്നു. ഒട്ടേറെ കേസുകളിൽ പ്രതിസ്ഥാനത്ത് ആർഷോ വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെട്ട് ജാമ്യം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പിന്നീട് ആഴ്ചകളോളം ജയിൽവാസം അനുഭവിക്കേണ്ടതായും വന്നിരുന്നു. പല വിവാദങ്ങളും ഉണ്ടായിട്ടുള്ള സമയത്ത് സംസ്ഥാന സെക്രട്ടറിയായ ആർഷോ ജയിലിൽ ഇരുന്നു കൊണ്ടായിരുന്നു SFIയെ നിയന്ത്രിച്ചിരുന്നത്. AISF വനിതാ നേതാവിനെ ജാതിപ്പേര് വിളിച്ച് ആക്രമിച്ച കേസിലും ആർഷോ പ്രതിയാണ്. പാർട്ടിക്കുള്ളിലും ആർഷോയ്ക്കെതിരെ പലതരത്തിലുള്ള പടപ്പുറപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. ആർഷോയെ SFI സംസ്ഥാന സെക്രട്ടറി ആക്കിയത് സംഘടനയുടെ പ്രായപരിധി മാനദണ്ഡം ലംഘിച്ചെന്ന വിമർശനമായിരുന്നു ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നത്. അതേസമയം അങ്കമാലി മണ്ഡലത്തിൽ ആർഷോ സ്ഥാനാർത്ഥിയായി വന്നാൽ കോൺഗ്രസിന്റെ കോട്ട അനായാസം പൊളിക്കുവാൻ കഴിയുമെന്ന് CPM നേതൃത്വം വിലയിരുത്തുന്നു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലുള്ള സ്വീകാര്യതയാണ് അതിന് കാരണമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ LDFന്റെ ജനതാദളിന്റെ കൈവശമുള്ള മണ്ഡലമാണ് അങ്കമാലി. ജോസ് തെറ്റയിൽ മണ്ഡലത്തിൽ നിന്നും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണ പരാജയപ്പെടുകയായിരുന്നു. അടുത്ത തവണ മണ്ഡലം CPM ഏറ്റെടുക്കുവാനാണ് ആലോചിക്കുന്നത്. നിലവിലെ MLA ആയ കോൺഗ്രസിലെ യുവ നേതാവ് റോജി M ജോണിന് മണ്ഡലത്തിലുടനീളം വലിയ സ്വീകാര്യതയാണ്. ഈ സ്വീകാര്യതയെ ഇല്ലാതാക്കുവാൻ ആർഷോയ്ക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.